ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ആത്മദേവൻ്റെ ഉപാഖ്യാനം കഴിഞ്ഞതിന് ശേഷം ദുന്ദുകാരിയുടെ പ്രേതാവസ്ഥ, ആ പ്രേതാവസ്ഥയിൽ നിന്ന് ദുന്ദുകാരിയെ കയറ്റാൻ ഗോകർണൻ നടത്തിയ സപ്താഹ യജ്ഞം, അതിന് പൂർണ്ണഫലം കണ്ട് ദുന്ദുകാരി ശ്രീകൃഷ്ണ സ്വരൂപിയായതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ആ ഗോകർണൻ്റെ സപ്താഹം കേട്ടവരാരും പിന്നെ ഗർഭത്തിൽ ജനിച്ചിട്ടില്ല. ഏറ്റവും വലിയ ദുഃഖമാണ് ജനനവും ശരീരവും. നമ്മളൊക്കെ പറയും പുണ്യവും പാപവും കൂടുമ്പോഴാണ് മനുഷ്യ ശരീരം കിട്ടുക. ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ പാപം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുകൊണ്ട് സുഖിക്കാമെന്ന് വിചാരിക്കുകയല്ലാതെ, പുണ്യാണെച്ചാൽ കുറച്ച് സുഖമൊക്കെ ഉണ്ടാവണ്ടേ, ചിലർക്ക് ഉണ്ടാവാം, എന്നാലും ഒരു ദുഃഖം തന്നെയാണ്. അത് മനസ്സിലാക്കാതിരിക്കില്ല ഏറ്റവും കുഴപ്പം. 6 മാസം കഴിഞ്ഞാൽ സുഖം കിട്ടും, മകളുടെ കല്യാണം കഴിഞ്ഞാൽ സുഖം കിട്ടും, ഒരു ദിവസം കഴിഞ്ഞാൽ സുഖം കിട്ടും, ഒരു മാസം കഴിഞ്ഞാൽ സുഖം കിട്ടും, എന്തായാലും റിട്ടയർ ചെയ്താൽ കുറച്ച് സുഖിക്കാം, പാവം എന്നേ പറയാനുള്ളൂ. ഇങ്ങനെ മനുഷ്യൻ സ്വപ്നം കാണില്ലാണ്ട് ഈ സ്വപ്നം അവസാന ശ്വാസം വരെ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതല്ലേ ശരി? അപ്പം അതുകൊണ്ട് ഗർഭത്തിൽ ജനിക്കാതിരിക്കുക എന്ന ഒരു വിദ്യ പഠിക്കുകയാണ് ഈ ശരീരം കൊണ്ട് നേടേണ്ട ഒരേ ഒരു കാര്യം. വേറൊന്നുമില്ല. അത് മനസ്സിലാക്കിയാലേ അതിനുള്ള ആഗ്രഹം തന്നെ നമുക്കുണ്ടാവുള്ളൂ. ഇനി ചിലർ പറയണേക്കാം, അടുത്ത ജന്മെങ്കിലും എനിക്കൊരു നല്ല അടുത്ത ജന്മേ, ഈ ജന്മം നേരെയാവാത്തതുകൊണ്ടല്ലേ അടുത്ത ജന്മെങ്കിലും നന്നാവാൻ. ഇത് എത്ര ബുദ്ധിശൂന്യതയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അടുത്ത ജന്മം വേണമെന്ന് ഉറപ്പിച്ചിരിക്കണോ അയാൾ? ഇല്ലേ? ഇതിനേക്കാളും കഷ്ടമായാലോ എന്ന് എന്തുകൊണ്ട് ചിന്തിക്കണില്ല? എന്തുകൊണ്ടായിക്കൂടാ? ഒരു മനുഷ്യൻ പോലും അല്ലാത്തൊരു മൃഗജന്മം എന്തുകൊണ്ട് കിട്ടിക്കൂടാ? അതുകൊണ്ട് ഒരു കാരണവശാലും വിവേകി എന്തെങ്കിലും 4 അക്ഷരം മനസ്സിലാക്കിയിട്ടുണ്ടെച്ചാൽ, എന്തെങ്കിലും 4 അക്ഷരം ഭാഗവതം കൊണ്ടും ഗീത കൊണ്ടും രാമായണം കൊണ്ടും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിക്കുക, ശരീരം സുഖാസ്പദമല്ല, ആവില്ല, ആയിരുന്നില്ല. ഇതാവർത്തിക്കുകയുള്ളൂ. ദുഃഖം 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 ദുഃഖം. ഏതോ ഒരു പഴയ പാട്ടിൽ പറയും, പണം ഉണ്ടായാലും ദുഃഖം, പണം ഇല്ലെങ്കിലും ദുഃഖം, കണ്ണ് കണ്ടാലും ദുഃഖം, കണ്ണ് കാണാഞ്ഞാലും ദുഃഖം, ദുഃഖമയം 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 ജീവിതം. ഒന്ന് എഴുതി പഠിക്കുക. എനിക്കിതുവരെ ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോകണേ ഉള്ളൂ എന്നർത്ഥമേ ഉള്ളൂ. ഉറപ്പാണ്. കുറച്ചെങ്കിലും ദുഃഖം അനുഭവിക്കാണ്ട് ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റില്ല. അതിപ്പോൾ ഏത് തരത്തിലാവുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? ചിലപ്പോൾ താങ്ങാൻ പറ്റും. അപ്പോൾ ഈ ശരീരം വേണ്ട, ഇനി വേണ്ട, ഇതുകൊണ്ടുള്ള കളി മതി. വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു ആരോ, അങ്ങേക്ക് ഒരു ജന്മം കൂടി ഈ ഭാരതത്തിൽ തരാം എന്ന് പറഞ്ഞാൽ അങ്ങത് സ്വീകരിക്കുമോ? ചിലരൊക്കെ വെച്ച് ഭാരതത്തിലായതുകൊണ്ട് ഞാൻ സ്വീകരിച്ചുകൂടായെന്നില്ല. അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ആ കളി വേണ്ട. ഭാരതത്തിലല്ല, സ്വർഗത്തിലല്ല, ഇതിലപ്പുറം ശ്രേഷ്ഠമായാലും ഇനി ജന്മം ഞാൻ എടുക്കില്ല എന്ന്. ഈ ജന്മം കൊണ്ട് ഉള്ളതൊക്കെ മതി. ഗുണമായാലും ദോഷമായാലും 4 ആളെ നന്നാക്കാനും ഈ ജന്മത്തിലും മതി. ഇനി ജന്മെടുത്തിട്ടുള്ള കളി നരേന്ദ്രൻ എന്ന വിവേകാനന്ദൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. വന്നാൽ നിർത്തിയില്ല, ആഗ്രഹിക്കില്ല. ഇതൊന്ന് മനസ്സിലായാൽ മനുഷ്യൻ വലിയൊരു ശതമാനം കയറി. പിന്നെ അത് ആഗ്രഹം നടപ്പാവുന്നതാണ്. നമ്മൾ ഉത്കടമായിട്ടൊരു ആഗ്രഹം ന്യായമാവണം. അന്യൻ്റെ മുതൽ തൻ്റെ ആക്കാനോ ഒരാളെ കൊല്ലണം എന്നുള്ള ആഗ്രഹമല്ല. അത് ന്യായമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാവുമെന്നാണ് പറയണത്. അതാണ് സപ്താഹത്തിൻ്റെ ആയാലും ഭാഗവതായാലും രാമായണമായാലും ഈ ഭാരതത്തിൽ ജനിച്ചാലും ഇനി ജന്മം എടുക്കാണ്ടിരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ആ ദുന്ദുകാരിയുടെ കഥയെ കൂടെ നമുക്ക് കാണിച്ചു തന്നു. ഇനി എങ്ങനെയാണ് സപ്താഹ യജ്ഞം നടത്തേണ്ടത് എന്ന് പറയണം. അതിൽ പറയണ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് സമയവും കുറവുണ്ട്.
പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോൾ സപ്താഹം നടത്തുന്നത് എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ വളരെ ചുരുക്കി പറയുകയാണ്, വളരെ ചുരുക്കിയിട്ട്. ഒന്ന്, വളരെ ചെറിയ തോതിൽ സപ്താഹം നടത്തരുത്. അതെന്നെ സാധിക്കുമോ? ആചാര്യനോട് വിളിക്കുമ്പോൾ തന്നെ പറയും, അതേ ചെറിയ തോതിൽ ഒരു സപ്താഹം നടത്തണമെന്നുണ്ട്, വലിയ കഥയ്ക്കൊന്നും വയ്യ കേട്ടോ. അവിടെ തന്നെ പോയി അവിടെ പറയണത്. എന്നിട്ട് എല്ലാവരെയും ക്ഷണിക്കണം, സർവരെയും എത്ര ആളെ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്ര ആളെ ഉൾപ്പെടുത്തണം എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് ക്ഷണക്കത്തിൽ അടിക്കേണ്ട വാചകം ഇവിടെ പറഞ്ഞു, ദൂരേ ഹരികഥ കേചിത് ദൂരേ ചാച്യുത കീർത്തന. ഈ ഹരിയുടെ കഥയൊക്കെ എല്ലാ ദിക്കിലൊന്നും കിട്ടില്ല, സുലഭമല്ല അത്, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അപ്പോൾ ഈ ഒരു കരികഥാ പ്രസ്താവം 7 ദിവസം എല്ലാവരും കേൾക്കണം. ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന അത്ര ആളെ കൂട്ടിക്കൊണ്ടിരണം, സ്വന്തം തന്നെ പോരല്ല. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇനി വളരെ ചെറിയ തോതിൽ നടത്താൻ പാടില്ല എന്നില്ല കേട്ടോ. ഒരാൾക്ക് ഇപ്പം അങ്ങനെയാ പറ്റുകച്ചാൽ അങ്ങനെയെങ്കിലും നടത്തുക വേണ്ടത്. നമ്മുടെ വിവാഹേ യാദൃശം വിത്തം എന്ന് പറഞ്ഞിരിക്കണം. എങ്ങനെ നമ്മൾ വിവാഹം നടത്തുമോ അതുപോലെ. ഇന്നിപ്പോൾ അത് ശരിയാണ്, കാരണം വളരെ വലിയ ഘോഷം കൂട്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കണത്. പണ്ടൊക്കെ ചെറിയ വിവാഹങ്ങളുണ്ടായിരുന്നു, മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് ചെറിയ വിവാഹങ്ങളുണ്ട്. അപ്പോൾ അതിന്ന് ഒന്ന് വരുന്നു, ചെറിയവർക്കേ അങ്ങനെ പറ്റുള്ളൂ വെച്ചാൽ അങ്ങനെയാവാം, വലിയവർക്ക് അങ്ങനെയാവാം. കാരണം വിവാഹം 2 തരത്തിലുണ്ട്, ചെറിയ വിവാഹങ്ങളും ഉണ്ട് അല്ലേ, വലിയ വിവാഹങ്ങൾ. ഇന്നിപ്പോൾ ഒക്കെ ആഡംബരം ആയതുകൊണ്ടാണ്. കുറച്ച് കാലം മുമ്പേയൊക്കെ ചെറിയ തോതിലാണ് വിവാഹം നടത്തുക. വലിയ ആൾക്കാരോ വലിയ തോതിൽ നടത്തും. അപ്പോൾ ആ ചെറുതും നിഷേധിച്ചിട്ടില്ല, വേണ്ടത് മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവിടെ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് നമ്മൾ പറയുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കേൾക്കണം. അപ്പോൾ ഒരിക്കലും ഇവിടെ അഭിമുഖം വരുന്നില്ല. അല്ലെങ്കിൽ വെച്ചാൽ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് കേൾക്കണം എന്നാണ്, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് കേൾക്കാൻ പാടില്ല. അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പറയുന്ന എങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. ഇനി കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ആൾക്കാർ പറയണതെങ്കിലോ, പറയുന്ന വക്താവെങ്കിൽ കേൾക്കുന്ന ആൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് കേൾക്കുക, വടക്കോട്ട് തിരിഞ്ഞ് പറയുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് കേൾക്കുക. വടക്കും കിഴക്കും ആവണം വക്താവും ശ്രോതാവും. ഇനി അഥവാ അതിന് സൗകര്യമില്ല, അഥവാ പൂർവദിജ്ഞേയ, അങ്ങനെ തന്നെ പറ്റില്ല, ചില സ്ഥലത്ത് അതിന് പറ്റാണ്ട് വരും. അയ്യോ അപ്പോൾ ആകെ തകരാറായോ, ഒരു തകരാറുമില്ല. എവിടേക്കാണ് തിരിഞ്ഞിരിക്കണതെങ്കിൽ അത് വടക്കും കിഴക്കുമായിട്ടാണ് സങ്കല്പിക്കുക. തെക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കാൻ പാടുമോ, കൊട്ട് തിരിഞ്ഞിരുന്ന് പൂജിക്കാൻ പാടുമോ? അത് നമ്മുടെ ജ്ഞാനയജ്ഞ ആയതുകൊണ്ട് അത് നോക്കണ്ട. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഏറ്റവും ടോപ്പ് ശിവാനന്ദാശ്രമം ലോക്കോടാണ്. അവിടെ നിന്നാണ് ഞങ്ങളൊക്കെ അങ്ങോട്ട് ഈ രംഗത്തേക്ക് വന്നത്. എത്രയോ വർഷങ്ങളായി ഗുരുനാഥൻ്റെ ജയന്തി സപ്താഹം നടക്കണം. അവിടെ തെക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് പൂജിക്കുന്ന ആൾ തെക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കുക. ആലോചിച്ച് നോക്കൂ, ഒരിക്കലും പൂജ തെക്കോട്ട് പാടില്ല എന്നാണ് പറയുക. വക്താവ് പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കുക, കേൾക്കണം ഒരു കിഴക്കോട്ടാവും. അപ്പോൾ ഒന്ന് ശരിയായി, ബാക്കി 2 തെറ്റാ. പക്ഷേ എന്നിട്ട് അവിടെ ഒരു അബദ്ധവും അനർത്ഥവും എന്ന് വരെ ഉണ്ടായതായിട്ട് അറിവില്ല. അപ്പോൾ ഇവിടെ അതൊന്നും നിയമം നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ഉണ്ടാവണം. കഴിയുന്നതും ലഘ്വാഹാരോ സുഖാവഹ, മനസ്സിന് ക്ഷോഭ ഉണ്ടാക്കുന്നതും ദഹിക്കാൻ പ്രയാസമുള്ളതും ആകുമ്പോൾ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെ ഒഴിവാക്കണം? കടല, കനമുള്ള വസ്തുക്കൾ ധാരാളം വയറ് നിറച്ച് ഊണ് കഴിക്കുക, അത് പാടില്ല. കഴിയുന്നതും ദ്രവാഹാരോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിയാവാം, പാലാവാം, ഇളനീരാവാം, ഫലാഹാരം എന്നും പറഞ്ഞിട്ടുണ്ട്, പഴങ്ങളും ആവാം. അങ്ങനെ കുറച്ചേ പാടൂ, അധികമല്ല. ഇനി ഒരാൾക്ക് ചോറേ സൗകര്യമുള്ളൂ വെച്ചാൽ അളവ് കുറയ്ക്കുക. ഒരു നേരം ഭക്ഷണം ചോറ് ആക്കിയിട്ടെങ്കിലും ചെയ്യുക, രാത്രി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ രാത്രി വളരെ കുറച്ച് കഴിക്കുക. ഇതിലും ചെറിയൊരു പദ്ധതി ഇല്ല. രാത്രി നിറച്ച് കഴിക്കാൻ പാടില്ല, പകലോ വളരെ കുറച്ച് തന്നെ പാടൂ. എന്നാലേ ഇരുത്തം നമുക്ക് ശരിയാവുള്ളൂ. ആഹാരം ലഘുവാവണം, ദ്രവാഹാരം ഉത്തമം.
കുറച്ച് മാത്രം കഴിക്കുക, രാത്രി ഒന്നും കൂടി കുറയ്ക്കുക. അങ്ങനെ ഭക്ഷണത്തിൽ ചിട്ട പാലിക്കുക. പിന്നെ പറഞ്ഞു ദേഷ്യം കഴിയുന്നതും കുറയ്ക്കുക. ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കരുത്. കഠിനക്രൂര വാക്കുകൾ ഈ 7 ദിവസം എപ്പോഴും പാടില്ല. ഭക്തൻ ഈ 7 ദിവസം ഒരിക്കലും പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. പറയണ വക്താവ് തലേ ദിവസം ക്ഷൗരം ചെയ്യണം, ഷേവ് ചെയ്യാം മഹാത്മ്യം ദിവസം. പിന്നെ 7 ദിവസത്തിൻ്റെ ഇടയിൽ പാടില്ല. ഇപ്പം എത്രയോ ആചാര്യന്മാർ ഷേവിങ് സെറ്റും കൊണ്ടാണ് വായനയ്ക്ക് പോകണം. പാടില്ല. തല നരച്ചു, താടി നരച്ചു, കണ്ടോട്ടെ. ഇതിപ്പോൾ ഒരു ദിവസം നരയ്ക്കും, ഇതിലിത്രയും പ്രാധാന്യം കൊടുക്കാവൂ. തലയൊക്കെ ചായം തേച്ചിട്ട് സ്റ്റേജിലിരിക്കുക എന്ന് പറഞ്ഞാൽ ദേഹഭ്രമം പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂ? ഞാൻ കുറേയൊക്കെ തേച്ച് നോക്കി, ലേശം കാലമൊക്കെ നിർത്തി. കാരണം ഇത് തേച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. 60 കഴിഞ്ഞപ്പോൾ അത് നിർത്തി. കാരണം ഒന്നാമത് അതിലുള്ള ഭ്രമം കുറഞ്ഞു. ഇതെങ്ങനെയായാലും ഒരു ദിവസം കേടുവരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ശരീരഭ്രമം കുറയ്ക്കുക, തലേ ദിവസമേ ക്ഷൗരം ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ വരരുത്, ചൊറിച്ചിൽ വരിക, അസ്വസ്ഥത വരിക. തലേ ദിവസം ആവാം, പിന്നെ കഴിഞ്ഞിട്ടേ പാടൂ. ഇടയിൽ നഖം അറക്കുക, രോമം അറക്കുക, ഇത്തരം കാര്യങ്ങൾ പാടില്ല. പിന്നെ പറഞ്ഞിരിക്കണം നല്ല മണ്ഡപം ഉയർത്തി കദളി, വാഴ മുതലായിട്ടതൊക്കെ വയ്ക്കുക. അതിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ധാരാളം പ്രതിഷ്ഠിക്കുക. എത്ര വേണമെങ്കിലും ആവാം. ഒരു കാരണവശാലും കുറയ്ക്കണ്ട. കദളി വാഴ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊലവാഴയൊക്കെ വെച്ച് ആ മണ്ഡപമോ സ്റ്റേജോ വേദിയോ എണ്ട പോലെയൊക്കെ അലങ്കരിക്കുക. പണ്ടൊക്കെ ചാണകം കൊണ്ട് മെഴുകണം, അത് പ്രായോഗികമല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. 3 നേരം വിഷ്ണു സഹസ്രനാമം ചെല്ലണം, അല്ലെങ്കിൽ ഒരു നേരെങ്കിലും ചെല്ലണം. പടയത് നാമ സഹസ്രകം എന്നതിൽ പറഞ്ഞിരിക്കുന്നു. ഉദിച്ചിട്ടേ തുടങ്ങാവൂ. 6:30 തുടങ്ങുകയാണ് ശരിയായിട്ടുള്ള ഏകദേശ സമയം. 6 മണിക്ക് ഉദിക്കില്ല പലപ്പോഴും. 6 മണിക്കായാലും കഴിച്ചു കൂട്ടാം. 6 to 6 പകൽ എന്നുള്ള നില. ഒരു കാരണവശാലും അസ്തമയ ശേഷം സപ്താഹം ഇല്ല. വായന പോരെ 6 മണിക്ക് മുമ്പേ ഒന്നോ. സപ്താഹം എന്ന് പറഞ്ഞാൽ വായന മാത്രമല്ല. നമ്മുടെ ആചാര്യന്മാർ വ്യാഖ്യാനത്തിനും പാരായണത്തിനും തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നും പിന്നെ പറ്റില്ല. 6 മണി കഴിഞ്ഞാൽ പുസ്തകം അടച്ചോളണം, നിർബന്ധമാണത്. രാത്രി ആരൊക്കെ സപ്താഹം കേമായിട്ട് നടത്തുന്നുണ്ടോ അവർ പ്രധാന നിയമം ലംഘിച്ചിരിക്കണമെന്ന് മനസ്സിലാക്കുക. പറ്റില്ല, ഒരു തരത്തിലും അനുവദിച്ചിട്ടില്ല ഭാഗവതത്തിൽ. എന്താ കാരണം? സപ്താഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അഹസ്, പാക്കൽ. പിന്നെ എങ്ങനെയാണ് അത് രാത്രിയാവുക? വായന 6 മണിക്ക് കഴിച്ച് പറയൽ രാത്രി 1 മണി വരെ ആക്കണ ഒരു ആചാര്യൻ എനിക്കാണ്. രാത്രി 1 മണിക്ക് കഴിഞ്ഞ് നിർത്തുക. 1, 1:30 അങ്ങനെയൊക്കെ. എന്താ ഇവരൊക്കെ ഭാഗവതം പഠിച്ചത്? ഭാഗവതം പഠിച്ചാൽ ഭാഗവതത്തിൻ്റെ മാറ്റർ മാത്രം പഠിച്ചാൽ പോരാ, അതിൽ പറഞ്ഞ നിയമങ്ങളും കൂടി അനുസരിക്കാൻ ബാധ്യസ്ഥനാവണം. അല്ലെങ്കിൽ വേറെ പണിക്ക് പൊക്കോളുക. ഇതിന് നിൽക്കരുത്. 6 മണിക്ക് അവസാനിക്കണ വിധം നമ്മളത് പ്ലാൻ ചെയ്തോളുക. അതുകൊണ്ടാണ് ഈ എല്ലാ അധ്യായങ്ങളും വായിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നടത്തുന്നത് പോലെ പറ്റില്ല. ചിലപ്പോൾ വിഷമമുണ്ടെങ്കിൽ കൃഷ്ണാവതാരം വരെ ആക്കിക്കോളൂ. അടുത്ത സപ്താഹം കൃഷ്ണാവതാരം മുതലാക്കിക്കോളൂ. എന്നാലും 6 മണിക്ക് നിർത്തണം. അതിന് നിയമമുണ്ട്. കംപ്ലീറ്റ് ഈ 14,000 ശ്ലോകം ഒരൊറ്റ സപ്താഹത്തിൽ വായിക്കണം എന്നില്ല. അതൊക്കെ ഇവർ ആര് കൊടുന്ന നിയമമാണെന്ന് എനിക്കറിയില്ല. ഇതിലെവിടെ ഈ ബേസിലി അത് പറയണില്ല. പാരായണക്രമം പറയുന്നുണ്ട്, ഇത് മുഴുവനുള്ള ക്രമമാണ്. അവിടെ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. കൃഷ്ണാവതാരം 4-ാം ദിവസം, 3-ാം ദിവസം സപ്തമസ്കന്ധ പൂരണം പറഞ്ഞിട്ടുണ്ട്. അത് യോഗം കണ്ടിട്ട് തന്നെ ഞാൻ കാണാണ്ടില്ല. അവസാനത്തെ ദിവസമൊക്കെ അത് വ്യാഖ്യാനം ഇല്ലാത്ത വഴിയാണ്. അങ്ങനെ വായിച്ചിട്ട് നമുക്ക് വല്ലതും മനസ്സിലാവുമോ? അതുകൊണ്ട് ഇന്നത്തെ ഈ രീതിയിൽ ഒരു മാറ്റം വന്നേ പറ്റൂ. ഇതിലത്തെ പല നിയമങ്ങളും നമുക്ക് പാലിക്കാൻ പറ്റില്ല. 1, 6 മണിക്ക് നിർത്താൻ പറ്റില്ല വൈകിട്ട്. 2, 12 മണിക്ക് ഉച്ചയ്ക്ക് നിർത്താൻ പറ്റില്ല ഉച്ചയ്ക്ക്. 12 മണി കഴിഞ്ഞാൽ ഒറ്റൊന്നും ഇങ്ങോട്ട് പോകാൻ പാടില്ല. മധ്യാഹ്നത്തിൽ വായിച്ച ഫലം ആർക്കാ പോവുക അറിയോ? മഹാബലിക്ക് പോകുന്നതാണ്. ദൈവഭാഗത്തിൽ പറയണ്ട, മധ്യാഹ്ന സമയത്ത് വായിച്ച ഒരു ഫലം വായിച്ചവർക്കും കിട്ടില്ല, കേട്ടവർക്കും കിട്ടില്ല. അതുകൊണ്ട് 12 മണിക്ക് നിർത്തണം. ഉദിച്ചിട്ടേ തുടങ്ങാവൂ.
എങ്ങനെ നടക്കും? നടക്കില്ല. പാരായണം മാത്രം അച്ഛൻ നടക്കും, അത് നടക്കും, വ്യാഖ്യാനം നടക്കില്ല. അപ്പോൾ ആ നിയമങ്ങൾ നമുക്ക് ലംഘിക്കേണ്ടി വന്നിട്ടാണ് ഇന്ന് ഏറിയ കൂറ് സപ്താഹവും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്യുക, കൃഷ്ണാവതാരം വരേക്കുള്ള സപ്താഹം, അവതാര ശേഷം മുഴുവനുള്ള സപ്താഹം. ഇതല്ലാത്ത വല്ല ഭാഗമാണോ ഇഷ്ടമെങ്കിൽ അങ്ങനെയാവാം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ 18,000 ശ്ലോകം 335 അധ്യായം വായിച്ച് പൂർത്തിയാക്കണം. സപ്താഹയജ്ഞത്തിന് തെറ്റ്. 7 ദിവസം കൊണ്ട് പറ്റില്ല. പറ്റും, 14 ദിവസം 15 ദിവസം എടുക്കുക, 2 ആഴ്ച കൊണ്ട് പറ്റും. അത് സപ്താഹമാവില്ല. ഞാൻ എത്രയോ 500-600 സപ്താഹത്തിലധികം നടത്തിയിട്ടാണ് ഈ പറയണത്. 18,000 ശ്ലോകം മുഴുവൻ തൃപ്തികരമായിട്ട് വായിച്ച് തൃപ്തികരമായിട്ട് പറയാൻ ഒരു വായനയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിലോ ചില ഭാഗം പറയാതെ വിടേണ്ടി വരും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് വായിക്കേണ്ടി വരും. വ്യഗ്രചിത്തോ ഹതോ ജപ വീട്ടിൽ വായിക്കാൻ പാടില്ല. വ്യഗ്രചിത്തോ ഹതോ ജപ ഭാഗവത പറയണം, ഞാനല്ല, മസൂനമാരല്ല പറയണം. സ്പീഡിൽ വായിക്കരുത്, മെല്ലെ വായിക്കാവൂ. മെല്ലെ വായിച്ചിട്ട് ഈ 6 മണിക്ക് കഴിയണമെന്ന് വെച്ചാൽ നടക്കുമോ? നിങ്ങളൊന്ന് പറയൂ. സ്പീഡിൽ വായിച്ചിട്ട് തന്നെ കഴിയണില്ല. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യൂ. ഭാഗവത പകുതി 7 ദിവസം കൊണ്ട് നടത്തൂ, ഭാഗവത മറ്റേ പകുതി വേറൊരു സപ്താഹത്തിൽ നടത്തൂ, എന്തെങ്കിലും മാറ്റം വരുത്തൂ. ഇങ്ങനെ ബന്ധപ്പെട്ട് പറോ എന്ന് വായിച്ചിട്ടുള്ള വായന ചെയ്തിട്ടും കണ്ടിട്ടും മടുത്തിട്ടാണ് ഞാൻ പറയണം. വെറുതെ എന്തെങ്കിലും പറയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ. നിങ്ങളൊരു ശ്ലോകമോ ശ്ലോകത്തിൻ്റെ പകുതിയോ, ദിനാനാം നിയമോ നാസ്തി, വ്യക്തമായിട്ടുള്ള നിയമം ഇല്ല. ദിനാനാം നിയമോ നാസ്തി 3-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. മാഹാത്മ്യം 3-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ ശ്ലോകത്തിലോ മറ്റാണ് ദിനാനാം നിയമോ നാസ്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ അതിന് പ്രമാണം പറഞ്ഞു കൊടുക്കാം നമുക്ക്. 44-ാമത്തെ ശ്ലോകത്തിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട് ദിനാനാം നിയമോ നാസ്തി. 45-ാമത്തെ ശ്ലോകം 3-ാമത്തെ അധ്യായത്തിൽ നിയമമൊന്നുമില്ല, നമ്മൾ വെച്ച നിയമം തന്നെയുള്ളൂ. സുഖമായിട്ട് വായിക്കുക, സുഖമായിട്ട് പറയുക. തീർക്കൽ വേണമെന്നില്ല, അതൊന്നും നിയമത്തിൽപ്പെട്ടതല്ല. അവിടെ ഇരിക്കട്ടെ. എന്തായാലും രാവിലെ തുടങ്ങുമ്പോൾ ഒരു നാമം ചെല്ലണം, എന്നിട്ടൊരു ശ്ലോകം ചെല്ലാൻ ഇവിടെ പറഞ്ഞു. സംസാര സാഗരേ മഗ്നം ദീനമ്മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം നാമുത്തര കൃപാർണവാൻ ഭവാർണവാൻ ശ്രീമദ് ഭാഗവത ആഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവി സ്വീകൃതോസി മയാനാഥാം മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോകം തവകേശവ ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മതജ്ഞാനം വിനാശ എന്ന 4 ശ്ലോകം ചൊല്ലിയിട്ട് തുടങ്ങണം. ഇതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞിട്ടുണ്ട് തുടങ്ങുന്നതിൽ. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷമായിട്ടുള്ള കൃഷ്ണനാണ്. സംസാരമാകുന്ന സാഗരത്തിൽ ഭഗവാനെ വന്നു പെട്ടു. ഇപ്പോൾ ഇവിടെ ദുഃഖിക്ക് തന്നെ വഴിയുള്ളൂ. എങ്ങനെയെങ്കിലും ഈ ശ്രീമദ് ഭാഗവത്തിൽ കൂടെ എന്നെ ഒന്ന് സമാധാനം തരണേ. പല മാർഗങ്ങളും പരാജയപ്പെട്ടു. അവസാനം ഭാഗവത്തിൽ വന്ന് അഞ്ഞൊരു മാർഗമില്ല. അതുകൊണ്ട് ഇതെങ്കിലും വിജയിപ്പിച്ച് തരണേ. വിഘ്നമില്ലാതെ നടത്താൻ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ശുഗരൂപ പ്രബോധജ്ഞ, ശവശാസ്ത്ര വിശാരദനായിട്ടുള്ള ശുഗൻ പറഞ്ഞ ഈ കഥയിൽ കൂടെ എൻ്റെ അജ്ഞാനം നശിച്ച് എനിക്ക് അങ്ങയിലേക്ക് എത്താൻ സാധിക്കണമേ എന്ന് ചെല്ലണം. ഇതെല്ലാ ദിവസവും ചൊല്ലിയിട്ട് വേണം തുടങ്ങാൻ. പ്രകാരം ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം നേടാൻ ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് കഴിയും എന്ന കുമാരന്മാർ ശ്രവണവിധി, പാഠവിധി, സപ്താഹവിധിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. കഴിഞ്ഞപ്പോൾ എന്താ അത്ഭുതം? ശുഗമഹർഷിയാണ് ഇവിടെ വന്നത്, ഭഗവാനല്ല. മാഹാത്മ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ ശുഗമഹർഷി. എല്ലായ്പ്പോഴും ഒരേ പ്രായം തോന്നിക്കുന്ന, വസ്ത്രം പോലും അദ്ദേഹത്തിനില്ല, ബോധം വിട്ടിരിക്കണു, വസ്ത്രബോധം വിട്ടിരിക്കണു എന്നാണ്. ശരീരം തന്നെ ഒരു വസ്ത്രമാണെങ്കിൽ അതിനെ എന്തിനാ പൊതിയണം എന്ന രീതിയിൽ 16 വയസ്സ് പ്രായത്തിലുള്ള ശുഗമഹർഷി അവിടെ എത്തിച്ചേർന്നു. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് അംഗീകരിച്ചു. ഇപ്പോൾ മഹാത്മ്യത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? കഥാവസാനേ നിജ ലാഭപൂർണ പ്രേരണാപടൻ ഭാഗവതം ശനൈ. അവസാനത്തിൽ ശുഗമഹർഷി വന്നിട്ട് പറഞ്ഞു, നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാതമൃതദ്രവ സംയുതം
പിബത ഭാഗവതൻ്റെ സമാലയം ഓരകോരസിയാവു വിഭാവുക. വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് മൂത്ത് പാകം വന്ന താഴെ വീണ പഴമാണ് ഭാഗവതം. വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷങ്ങൾ ഉയരത്തിലാണ് നിൽക്കണതെങ്കിൽ അതാർക്കും എത്തിപ്പിടിക്കാൻ പറ്റില്ല. എന്നാൽ അതിൽ നിന്ന് താഴെ വീണ ഒരു പഴമോ എല്ലാവർക്കും കൊടുക്കാം. മുടന്തുള്ളവർക്കും വയ്യാത്തവർക്കും പ്രായമായവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും മരത്തിൻ്റെ മുകളിൽ കയറാൻ വയ്യാത്തവർക്കൊക്കെ വീണ് കിടക്കുന്ന പഴം എടുക്കാം അല്ലേ. എന്നാൽ അതിൻ്റെ മുകളിൽ നിന്നോ അതിന് വേയിക്കണവർക്കേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് വേദങ്ങൾ. വേയിക്കണവർക്ക് മാത്രം പ്രാപ്യമാണ്. ഭാഗവതം എല്ലാവർക്കും വേയിക്കണതാണ്. അത് സാധിക്കാത്ത ഒരാളുണ്ടാവാൻ പ്രയാസമാണ്. അത്രയും ലളിതമാക്കിയിട്ടാണ് സംഗതികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ യാതൊരു കാപട്യവും ഇല്ലാത്ത ധർമ്മമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പുരാണങ്ങളിൽ വെച്ചിട്ട് അത്യുത്തമമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും ഈ ഭാഗവതം ഒരു ജന്മം കിട്ടിയിട്ട് നമ്മൾ പാടാതെ ഇരിക്കരുത്. അതിനെ പറഞ്ഞിരിക്കണോ അവസാനിപ്പിക്കാൻ. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലതിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗഗാഥ അതുലസുധാം കിമർത്ഥം വ്യർത്ഥം വോ വ്രജതകുപതേ കുത്തിതകതേ പരീക്ഷിത്താട്ടിയ ചവണകഥ മുക്തിയുക്തികഥനേ. ഒട്ടും സാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് കേട്ടോ. സീരിയലായിട്ടും കഥയായിട്ടും നാടകമായിട്ടും സിനിമയായിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോവുകയാണ് മനുഷ്യനെ. ആലോചിച്ച് നോക്കൂ. അധികവും കലിയുഗത്തിൽ അത്തരക്കാരാവും കൂടുക. അതുകൊണ്ട് ഈ കുത്സിത കഥ നമുക്ക് മനസ്സിന് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിന്നാലെ പോകാതെ അല്പനേരമെങ്കിലും നിങ്ങൾ ഭാഗവതം കേൾക്കുവിൻ എന്ന് പറഞ്ഞ് മാഹാത്മ്യാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാരായണം 103 ശ്ലോകം ഉണ്ടാവുകൊണ്ട് നമുക്കിന്ന് എത്തില്ല. നാളെ പാരായണം ചെയ്ത് ഭാഗവതം തുടങ്ങുകയും ചെയ്യും എന്ന് വിചാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.